ആഞ്ഞൊരു കാറ്റ് വീശി. തീ കെട്ടു. ശരവർഷം പോലെ മഴ തുടങ്ങി. കൂടെ കൊടുങ്കാറ്റും. ചിണ്ടൻ അവൻ്റെ കുടിയിലേക്ക് ഓടിക്കയറി. വെള്ളമിറങ്ങാതിരിക്കാൻ ഓല കൊണ്ടുണ്ടാക്കിയ മറയെടുത്ത് കറുത്തമ്മ അവളുടെ കുടി അടച്ചു. കോരിച്ചൊരിയുന്ന മഴ. ചിണ്ടൻ തണുത്തു വിറച്ചു. എൻ്റെ മുത്തപ്പ ദുരിതത്തോട് ദുരിതമാണല്ലോ, അയാൾ ഓർത്തു. മഴ കൂടിയാൽ വേറൊരു അപകടമുണ്ട്. നരി വന്നാൽ അറിയാൻ പറ്റില്ല. ചിണ്ടൻ വില്ലെടുത്ത് ഞാണുകെട്ടി. അമ്പുകൾ ശേഖരിച്ചു വെച്ചു. അകലെ നിന്നും ആരോ വരുന്നുണ്ട്. ചിണ്ടൻ ചാടി എഴുന്നേറ്റു. ഈ സമയത്താര്? കൂട്ടത്തിലുള്ളവരല്ല. ചിണ്ടൻ വില്ലുയർത്തി. അമ്പെടുത്ത് ലക്ഷ്യം നോക്കി. ആരാ? അവൻ അലറിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. ആരെന്ന് പറ, അവിടെ നില്ല്. മഴയിൽ ആ ശബ്ദം കേട്ടില്ല എന്ന് തോന്നി. ആഗതൻ വേച്ച് വേച്ചാണ് വരുന്നത്. വല്ല വിധേനയും അയാൾ എത്തിയെന്ന് പറയുന്നതാവും ശരി. ഏതായാലും കുഴപ്പക്കാരനല്ല എന്ന് ചിണ്ടന് തോന്നി. അയാൾ ചിണ്ടൻ്റെ കാലിലേക്ക് കുഴഞ്ഞു വീണു. അവൻ അയാളെ വലിച്ചിഴച്ച് കുടിയിലേക്ക് കൊണ്ടുപോയി. അയാളുടെ രൂപം എടുത്ത് കണ്ടപ്പോൾ ചിണ്ടൻ വിറച്ചു. മലമുത്തപ്പ പെരുമ്പാറ്റ.